വിപിൻ സി വിജയൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിപിൻ, ഏറ്റവും ഒടുവിലായി ചില നീക്കങ്ങൾ ഉണ്ടാകുന്നു. അത് അൻവറിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നേതാക്കൾ പി വി അൻവറിന്റെ വീട്ടിലേക്ക് എത്തുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇടവണ്ണ ഉദായിയിലെ വീട്ടിൽ വെച്ച് കൂടിക്കാഴ്ച നടക്കുന്നു. അതിൽ കോൺഗ്രസ് നേതാക്കൾ അവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അതിന്റെ വിവരങ്ങൾ? അൻവർ ഒരു സമ്മർദ്ദതന്ത്രം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 2 ദിവസത്തിനകം മുന്നണിയുടെ ഭാഗമാക്കിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന നിലപാട് തൃണമൂൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെ വഴങ്ങിക്കൊടുക്കേണ്ടതില്ല എന്നൊരു നിലപാട് കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസിനകത്തൊരു പൊതുവികാരം രൂപപ്പെടുന്നുണ്ട്. അതിനിടയിലാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുമായുള്ള കൂടിക്കാഴ്ച നടന്നത്. പക്ഷേ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം അതൊരു മധ്യസ്ഥ ചർച്ചയല്ല എന്നുള്ളതായിരുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെയും പ്രതികരണം അല്പസമയം മുമ്പ് പുറത്തു വന്നു. എന്താണ് സംഭവിക്കുന്നത്? ഈ പ്രതികരണങ്ങൾ നൽകുന്ന സൂചന എന്താണ്? വിശദാംശങ്ങൾ എന്താണ് വിപിൻ? രജിത്ത്, നിരുപാധിക പിന്തുണ ഈ ഉപതെരഞ്ഞെടുപ്പിൽ UDF ഉണ്ടാകും എന്നുള്ളത് അൻവർ പറഞ്ഞിരുന്നു. പക്ഷേ നിർണായക ഘട്ടത്തിൽ അതൊരു പ്രതിസന്ധിയായിരിക്കുന്നു. അല്ലെങ്കിൽ UDF തീരുമാനിച്ചിട്ടുള്ള ആ ഒരു സ്ഥാനാർത്ഥി അത് വിജയ സാധ്യത ഇല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത് പറഞ്ഞിരിക്കുന്നു. അതോടുകൂടി തന്നെ ഒരു സമ്മർദ്ദ തന്ത്രം കൂടി ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നു. അതിന് വഴങ്ങേണ്ടതില്ല എന്നുള്ളതാണ് UDFിലെ ഒരു അണികളുടെ ഉൾപ്പെടെ ഒരു പൊതുവികാരം. പക്ഷേ ഘടക കക്ഷികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ള, ഏറ്റവും വിജയിക്കേണ്ട അനിവാര്യമായിട്ടുള്ള ഒരു സമയമാണ് എന്നുള്ളതാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അൻവറിനെ അനുനയിപ്പിച്ച് ഇപ്പോൾ കൂടെ നിർത്തേണ്ടത് ഒരു ആവശ്യമാണ്. അല്ലെങ്കിൽ മണ്ഡലം കൈവിടാൻ വരെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഘടകകക്ഷികളുടെ ഒരു പൊതുചിന്ത. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ഒരു സമയം കൊടുക്കുന്നത്, പി വി അൻവറുമായി ഒരു കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തത്. ഇപ്പോൾ 2 ദിവസത്തിനകം ഈ ഒരു UDFിൻ്റെ ഒരു മുന്നണിയിലെടുക്കണം എന്നുള്ള ആവശ്യമാണ് പി വി അൻവർ മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അതേ തീരുമാനം തന്നെ വേണം. ഒരു സഹകരണമല്ല താൻ പ്രതീക്ഷിക്കുന്നത്, തന്നെ മുന്നണിയിലെടുക്കണം. അങ്ങനെ തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിലെടുത്തില്ല എന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും പി വി അൻവർ മത്സര രംഗത്തുണ്ടാകും എന്നുള്ളത് കൃത്യമായി തന്നെ ഇന്നിപ്പോൾ ലീഗിനെയും അറിയിച്ചിട്ടുണ്ട്. പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്നത് അത് കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച നടത്തും. ഇന്ന് വൈകുന്നേരം നിലമ്പൂരിൽ വെച്ച് അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തും. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അതിലൊരു തീരുമാനം ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ തന്നെ മഞ്ചേരിയിലെത്തി കെ സുധാകരൻ ഒരു ചർച്ച നടത്തിയിരുന്നു. അതിലും പറഞ്ഞത് പി വി അൻവർ ഒരു മുതൽക്കൂട്ട എന്നുള്ളതാണ്. പക്ഷേ ഇത്തരത്തിലൊരു 3 മാസമായി തന്നെ അനിവാര്യമാണ് തൻ്റെ ഒരു പ്രസൻസ് എന്നുള്ളതൊക്കെ UDFിൻ്റെ നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു കൃത്യസമയത്ത് ഒരു വിലപേശൽ തന്ത്രം തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാണോ, അതായത് പിണറായിസത്തിനെ തോൽപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പി വി അൻവർ രാജിവെക്കുന്നതും ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നതും. അത് UDFിനാണ്. പക്ഷേ ഇപ്പോൾ ഒരു പരാജയ ഭീതി ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അവസാന നിമിഷത്തിൽ UDFിൽ ഉണ്ടായതിനേക്കാൾ പ്രശ്നം UDFിൻ്റെ പുറത്തു നിന്ന് അവർക്കൊരു സമ്മർദ്ദം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എന്തായാലും അനുനയിപ്പിക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നു. കോഴിക്കോട് DCC പ്രസിഡന്റായിട്ടുള്ള പ്രവീൺ കുമാർ ഉൾപ്പെടെയുള്ളവർ, KPCC ജനറൽ സെക്രട്ടറി K ജയന്ത് ഉൾപ്പെടെയുള്ളവരാണ് ഒതായിലെ വീട്ടിലെത്തി ഇപ്പോൾ പി വി അൻവറുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു ഉറപ്പ് വേണം, അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം വേണമെന്നുള്ള ഒരു ആവശ്യമാണ് പി വി അൻവർ ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ പറഞ്ഞതുപോലെ പ്രതികരണങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൽ അതിന് തൊട്ടു മുമ്പ് ഇത്തരത്തിലൊരു സമ്മർദ്ദതന്ത്രം പയറ്റുന്ന അൻവറിനെ എങ്ങനെ മുന്നണിയുടെ ഭാഗമാക്കാൻ കഴിയും എന്ന് ചോദിക്കുന്ന നേതാക്കളുണ്ട്. അൻവർ അനാവശ്യമായ പ്രതികരണങ്ങൾ നടത്തുന്നു എന്ന വിമർശനം ഉന്നയിക്കുന്ന നേതാക്കളുണ്ട്. അങ്ങനെ അതിനിടയിൽ ഇപ്പോൾ അല്പസമയം മുമ്പ് VT ബൽറാമിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നു. അതിലും അൻവറിനെ തള്ളിക്കൊണ്ടാണ്. AP അനിൽകുമാർ രാവിലെ അൻവറിനെ തള്ളിക്കൊണ്ട് പ്രതികരണങ്ങൾ നടത്തുന്നത് കണ്ടു. കോൺഗ്രസിൽ ആ തരത്തിലാണ് പൊതുവായി അഭിപ്രായങ്ങളും വികാരവും ഉയർന്നു നിൽക്കുന്നത്. അതിനിടയിൽ ലീഗിലൊരു പ്രതീക്ഷ പി വി അൻവർ വെച്ചു പുലർത്തുന്നുണ്ടോ വിപിൻ? അതെ, തീർച്ചയായും ഇവരൊക്കെ തന്നെ ഈ മുന്നണിയുടെ ഒരു ഭാഗമാക്കണം. ഇപ്പോൾ നിലമ്പൂരിലെ അണികൾക്കുള്ളിൽ തന്നെ അത്തരത്തിലുള്ള ഒരു വിലപേശലിന് നിന്ന് കൊടുക്കണോ എന്നുള്ള ചർച്ചകളൊക്കെയാണ് വന്നിരുന്നത്. എന്തായാലും UDFിൻ്റെ നേതാക്കൾക്ക്, കോൺഗ്രസിൻ്റെ നേതാക്കൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട വികാരം ഇന്നലെ പി വി അൻവർ നടത്തിയിട്ടുള്ള പല പരാമർശങ്ങളും, പ്രത്യേകിച്ച് ആര്യട ഷൗക്കത്തിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ അത് കൈവിട്ടു പോയതാണ് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഒരു മയപ്പെടുത്തൽ ആവശ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംസാരം തന്നെ ഇന്നലെ ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി കൂടുതലായി മാധ്യമങ്ങളിലൂടെയുള്ളൊരു സംസാരം വേണ്ട എന്നുള്ളതൊക്കെ തൃണമൂൽ കോൺഗ്രസ് തന്നെ എടുത്തിട്ടുള്ള ചില തീരുമാനങ്ങളുണ്ട് എന്നുള്ളതും ഈ ഘട്ടത്തിൽ അറിയുന്നുണ്ട്. അതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഇപ്പോൾ ഈ അനുനയ നീക്കമുള്ളത്. ഈ പി വി അൻവർ കൂടി മത്സരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് UDFിൻ്റെ വോട്ട് ബാങ്കിൽ വലിയ വിള്ളലുണ്ടാക്കും എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പല മുസ്ലിം സംഘടനകൾക്കൊക്കെ തന്നെ ആര്യടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് ചില എതിർപ്പുകളുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പി വി അൻവർ നിൽക്കുകയും അത് മലയോര ജനതയിലെയും ഒപ്പം
ഒപ്പം തന്നെ മുസ്ലിം സംഘടനകളിലേക്ക് വോട്ട് ചോർത്തുകൂടിയും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഗുണം LDF-ന് ലഭിക്കും. അങ്ങനെയാണെങ്കിൽ എന്തിനാണോ ഈ ഒരു തിരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് എന്നുള്ളതൊക്കെ ഒരു ചോദ്യമായിട്ട് തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി വരാം. അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനത്തെ കൈ എന്നുള്ള നിലയ്ക്ക് മാത്രമായിരിക്കും തൃണമൂൽ കോൺഗ്രസ് അങ്ങനെ ഒരു ഒറ്റയ്ക്ക് മത്സരിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് പോവുള്ളൂ. പരമാവധി ഈ ഒരു ഒരുമിച്ച് നിൽക്കുക അല്ലെങ്കിൽ അനുനയ നീക്കത്തിൻ്റെ ഭാഗമാകാൻ തന്നെയാണ് തൃണമൂൽ കോൺഗ്രസും ആഗ്രഹിക്കുന്നത് എന്നുള്ളത് തെല്ലും സംശയമില്ല. പക്ഷേ അത് ഏത് രീതിയിലായിരിക്കണം, ആരത് പറയണം, ആരാണ് ആദ്യം അനുനയത്തിലേക്ക് ആവേണ്ടത് തുടങ്ങിയിട്ടുള്ള ചർച്ചകളാണ്. ഇന്ന് വൈകുന്നേരം നിലമ്പൂരിൽ നടക്കുന്ന UDF-ന്റെ ഒരു യോഗത്തിൽ അതുമായി ബന്ധപ്പെട്ടൊരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കേണ്ടത്. ഇന്നലെ കെ സുധാകരൻ PV അൻവറുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രതികരണത്തിൽ കേട്ടത് അത് നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് താൻ ആ കൂടിക്കാഴ്ച നടത്തിയത് എന്നുള്ളതാണ്. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന വിവരപ്രകാരമാണെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ PV അൻവറിൻ്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അത് കെ പ്രവീൺകുമാറും KPCC ജനറൽ സെക്രട്ടറി കെ ജയന്തുമാണ് ഉദായിലുള്ള അൻവറിൻ്റെ വീട്ടിലേക്ക് എത്തുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും അതിനിടയിലും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ കൂടി ഉണ്ടാവുന്നുണ്ടല്ലോ വിപിൻ. അതെ, കോൺഗ്രസിലെ അണികൾക്കിടയിൽ ഇത്തരത്തിലുള്ള ഒരു വിലപേശൽ വേണ്ട എന്നുള്ളതാണെങ്കിൽ പോലും ഘടകകക്ഷികൾക്ക് ഇതിൽ ഒരു വിജയ സാധ്യത ഏറ്റവും കൂടുതൽ നിൽക്കുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ അത് കൈവിട്ടു പോകാനുള്ളൊരു കാര്യമായി ഇത് മാറരുത് എന്നുള്ളൊരു ചിന്തയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് ഈ അനുനയ ശ്രമങ്ങൾ നടക്കുന്നത്. കാരണം കൃത്യസമയത്ത് ഒരു നിർണായകമായിട്ടുള്ളൊരു ഘട്ടത്തിലാണ് PV അൻവർ ഇപ്പോൾ ഈ കാര്യം ഒറ്റയ്ക്ക് താൻ മത്സരിക്കും എന്നുള്ളത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 9 വർഷം MLA ആയിട്ട് ഇരുന്ന ഒരാളാണ് PV അൻവർ. ഒപ്പം തന്നെ ഈ ചേലക്കരയിലെയോ പാലക്കാട്ടിലെയോ PV അൻവർ ഉയർത്തിയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും അന്ന് VD സതീശൻ വളരെ സ്റ്റേണായിട്ടുള്ളൊരു തീരുമാനമെടുത്ത് അവർ മുന്നോട്ട് പോവുകയും ഒറ്റയ്ക്ക് PV അൻവർ മത്സരിക്കുകയൊക്കെ ചെയ്തൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അവിടെ ലഭിച്ച വോട്ടിൻ്റെ ഒരു വോട്ട് ബാങ്കോ വോട്ട് ഷെയറോ അല്ല നിലമ്പൂരിലേത് എന്നുള്ളത് കൃത്യമായി തന്നെ UDF-ന് അറിയാം. ഒപ്പം തന്നെ അവിടെ ഒരു അൻവർ ഫാക്ടർ ഉണ്ട് എന്നുള്ളത് UDF സമ്മതിക്കുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ളൊരു വിലയിരുത്തലിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പിണക്കേണ്ടതില്ല, അതുകൊണ്ട് തന്നെ ഇതൊരു അനുനയ ശ്രമത്തിലേക്കാണ് പോകേണ്ടത് എന്നുള്ളത് മുതിർന്ന നേതാക്കൾ തീരുമാനിക്കുന്നതും KPCC-യുടെ നേതൃത്വപ്രകാരം തന്നെ കെ സുധാകരൻ മഞ്ചേരിയിൽ, കണ്ണൂരിൽ നിന്ന് മഞ്ചേരിയിലെത്തി രാത്രി ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുക്കുകയും ചെയ്തു. ഒപ്പം തന്നെ PV അൻവർ ഒരു മുതൽക്കൂട്ടാണ് എന്നുള്ളത് കൂടി കെ സുധാകരൻ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ടായിരുന്നു. അതിലും തീരുന്നില്ല. ഇപ്പോൾ KPCC-യുടെ ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവർ ഒതായിലെ വീട്ടിലെത്തി ഇക്കാര്യങ്ങൾ സംസാരിക്കുകയാണ്. പക്ഷേ അതിലൊരു ഉത്തരവുമായിട്ട് അല്ലെങ്കിൽ നേതൃത്വം തന്നെ അക്കാര്യങ്ങൾ ഒരു പ്രഖ്യാപനമായി വരണം എന്നുള്ള ഒരു കടുംവാശി തന്നെയാണ് PV അൻവർ ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ 2 ദിവസത്തിനകം ഒരു പ്രഖ്യാപനം പ്രതീക്ഷിക്കുകയും ചെയ്യാൻ അറിയിച്ചിട്ട് മുന്നണിയുടെ ഭാഗമാക്കിയില്ലെങ്കിൽ 2 ദിവസത്തിനകം അത് സംബന്ധിച്ച തീരുമാനം അറിയിച്ചില്ലെങ്കിൽ നിലമ്പൂരിൽ PV അൻവർ തന്നെ മത്സരിക്കും എന്ന് തൃണമൂൽ കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്ന പശ്ചാത്തലമുണ്ട്. അതിൻ്റെ ഭാഗമായി ചില തിരക്കിട്ട നീക്കങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു, ചില നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു, ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. അതിൽ ഉൾത്തിരിഞ്ഞ് വരാൻ പോകുന്ന ധാരണ എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അൻവറിന് വഴങ്ങുമോ അതോ അൻവറിനെ തള്ളുമോ എന്നുള്ള കാര്യമൊക്കെ ഇനി കണ്ടറിയേണ്ടതാണ്. എന്തായാലും അത് ഉറ്റുനോക്കുന്നുണ്ട് രാഷ്ട്രീയ കേരളം.